തദ്ദേശ വോട്ടർ പട്ടികയുടെ കരട് ചോർന്നു എന്ന പരാതി. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും മുൻപേ CPM കേന്ദ്രങ്ങൾക്ക് പട്ടികയുടെ പകർപ്പ് ലഭിച്ചു എന്നാണ് പരാതി. കോഴിക്കോട്ടെ 2 പഞ്ചായത്തുകളിലെ വോട്ടർ പട്ടികയുടെ കരടിന്റെ പകർപ്പ് മീഡിയ വൺ ലഭിച്ചു. ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സർക്കാർ അട്ടിമറിക്കാനുള്ള ശ്രമം തുടക്കം മുതൽ നടത്തി വരികയാണ്. പൂർണ്ണമായും CPM ഓഫീസിൽ നിന്നും തയ്യാറാക്കുന്ന വാർഡ് വിഭജന പ്രപ്പോസലുകളാണ് സെക്രട്ടറിമാർ ഔദ്യോഗിക പ്രപ്പോസലായിട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഉദ്യോഗസ്ഥർ മുഖേന താഴെത്തട്ടിലുള്ള CPM പ്രവർത്തകർക്ക് അതിൻ്റെ ഡ്രാഫ്റ്റ് റിപ്പോർട്ടൊക്കെ വ്യാപകമായി ലഭ്യമായിട്ടുണ്ട്. CPMൻ്റെ അനുഭാവികളുടെയും വോട്ടുകൾ പെട്ടെന്ന് ചേർക്കാൻ കഴിയുകയും മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്ന രീതിയിലുള്ള വലിയൊരു അട്ടിമറിക്കുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി ചേരുന്നു. അസ്ലം, ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രക്രിയ, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രക്രിയ ഏതുവരെ, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, നിലവിൽ എങ്ങനെയാണ് ഇത് ചോർന്നത്? വോട്ടർ പട്ടിക, കരട് വോട്ടർ പട്ടിക, കാരണം വാർഡ് വിഭജനം പുതുക്കിയത് കൊണ്ട് തന്നെ പുതിയ വാർഡ് അനുസരിച്ചുള്ള പുതിയ കരട് വോട്ടർ പട്ടികയാണ് വരേണ്ടത്. ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്ക് തന്നെ അത് പരിശോധിക്കുകയും അവരുടെ പേരുകളില്ലെങ്കിൽ അത് ചേർക്കേണ്ട സമയമുണ്ടാവും. മാത്രമല്ല, അതിൽ മരണപ്പെട്ട അടക്കം അവരില്ലാത്ത വോട്ടർമാരുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ 2 പ്രോസസ്സിനും ശരിക്കും ഒന്ന് ആദ്യഘട്ടത്തിൽ കരട് പട്ടിക വന്ന് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് ഇത് പരിശോധിച്ച ശേഷം ഇല്ലാത്തത് ചേർക്കാനൊക്കെ ഇതിൻ്റെ രേഖകൾ സംഘടിപ്പിച്ചും മറ്റുമൊക്കെ ഇതിൻ്റെ സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് ചെറിയൊരു സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളത് ഒരു പ്രധാനമാണ്. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം, ഉയർന്നിരിക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത് 3 പഞ്ചായത്തുണ്ട്. ചാത്തമംഗലം, നാദാപുരം, തിരുവള്ളൂർ. ഈ 3 പഞ്ചായത്തുകളുടെ കരട് വോട്ടർ പട്ടികയുടെ ഒരു പകർപ്പ്, കാരണം വെച്ചാൽ ഇതിൽ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള ഒരു പൂർണ്ണമായി പതിപ്പായിരിക്കും വരിക. അതിന് മുമ്പേ ഉള്ള കരട് വോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ കരട് വോട്ടർ പട്ടികയുടെ ഒരു പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ചാത്തമംഗലത്തെയും നാദാപുരത്തെയും തിരുവള്ളൂർ. ഇത് CPM പ്രവർത്തകർക്കാണ് ലഭിച്ചത്. ഇത് പുറത്തു വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ അംഗങ്ങളുടെ ലീഗിൻ്റെ സംഘടന ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പറയുന്ന കാരണം എന്ന് പറഞ്ഞത് ഇത് കരട് പട്ടിക പുറത്തു വിടുന്നതിന് മുമ്പ് തന്നെ CPM കേന്ദ്രങ്ങൾ കൊടുക്കുകയും അവർ ഇത് പരിശോധിച്ച് ഇത് ഉൾപ്പെടുത്തേണ്ട ആൾക്കാരുടെ രേഖകളൊക്കെ ശേഖരിച്ച് മാറ്റേണ്ട ആൾക്കാരുടെ എല്ലാം പട്ടികയും തയ്യാറാക്കി റെഡിയായിരിക്കും. ഇതിന് 2-3 ദിവസം മാത്രമേ ശരിക്കും ഇതിൻ്റെ അപ്ലോഡിംഗ് ഉൾപ്പെടെയുള്ള സമയങ്ങൾ നൽകാറുള്ളൂ. ആ സമയത്തേക്ക് CPM കേന്ദ്രങ്ങൾ കൃത്യമായി തന്നെ ഇതിൽ ചേർക്കലും അല്ലെങ്കിൽ മാറ്റലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പരാതി കൊടുക്കാനുള്ള സമയം കിട്ടും. പിന്നീട് കഴിഞ്ഞ തവണയൊക്കെ ഈ സെർവർ ഹാങ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണം പലയിടത്തും രേഖകൾ കയറ്റാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അത്തരം ഒരു ഇതിന് വേണ്ടിയിട്ട് CPM കേന്ദ്രങ്ങൾക്ക് വേണ്ടി ഇത് ചോർത്തി നൽകി എന്നുള്ളൊരു ഗുരുതരമായ ആരോപണമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ ഉന്നയിച്ചിരിക്കുന്നത്. അടുത്ത കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ CPM പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നൽകി എന്നുള്ളൊരു പരാതി നൽകിയിരിക്കുന്നു. ഈ ഒരു പറയപ്പെട്ട 3 പഞ്ചായത്തുകളുടെയും ഇപ്പോൾ പുറത്തു വന്ന പട്ടികയുടെ പകർപ്പ് കൂടി വെച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിലുള്ള, കമ്മീഷൻ ഇതുവരെയും പുറത്തുവിടാത്ത ഈ കരടിൻ്റെ പകർപ്പുകൾ എങ്ങനെയാണ് ഈ താഴെത്തട്ടിലേക്ക് വന്നത്? പല സ്ഥലങ്ങളിലും ആൾക്കാർക്ക് ചേർക്കാനുള്ള ആൾക്കാരെ തിരക്കിയുള്ള ആൾക്കാർ വരികയും രേഖകൾ വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും UDFൻ്റെ പ്രവർത്തകർക്കൊന്നും ഇത് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഔദ്യോഗികമായി വളരെ പെട്ടെന്ന് പ്രസിദ്ധീകരിക്കണം. ഇതെങ്ങനെയാണ് ചോർന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തണം. അതിനുവേണ്ടി അതിൽ കുറ്റക്കാരായ ആൾക്കാരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ്സിൽ നിന്ന് മാറ്റി നിർത്തണം എന്നീ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഒരുക്കങ്ങളിലേക്കും തയ്യാറെടുപ്പുകളിലേക്കും പാർട്ടികളെല്ലാം തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് ഈ വോട്ടർ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ കരട് വോട്ടർ പട്ടിക ചോർന്നു എന്നാണ് ആക്ഷേപം.